ഞായറാഴ്ച മരുത്തൊടി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് ആറംഗ സംഘം ഹരികൃഷ്ണനെ തല്ലിച്ചതച്ചത്. തടയാൻ ചെന്ന സഹോദരൻ ജയകൃഷ്ണനും ബന്ധുവിനും മർദ്ദനമേറ്റു. തടികൊണ്ട് തലക്കടിയേറ്റ ഹരികൃഷ്ണൻ ചികിത്സയിലിരിക്കെ ഇന്നലെ മരിച്ചു. പൊടിമോനെ എന്ന് വിളിച്ച് നെഞ്ചുപൊട്ടി കരയുന്ന അമ്മ രജനി. പാർക്കിൻസൺസ് തളർത്തിയ ശരീരവുമായി കണ്ണീരു തോരാതെ അച്ഛൻ ജയസേനൻ. എങ്ങനെ തോന്നിയത്? എത്ര മനസാക്ഷി എന്ന് പറഞ്ഞ സാധനല്ലേ? ഒരു കുടുംബത്തിന്റെ തൂണാണ്ടാ ഇല്ലാതാക്കിയത് നിങ്ങൾ. ഈ വെള്ളം അടിച്ച ആൾക്കാരോട് ഈ പറയാനുള്ള കാര്യം എന്താ അറിയോ? വെള്ളം അടിച്ചു കഴിഞ്ഞാൽ വയറ്റിക്ക് എടുക്കണം. ഇത് UP ഡൽഹിയോ ഏരിയൊന്നല്ലല്ലോ, ഇത് നമ്മുടെ കേരളല്ലേ. ഈ ശരിക്കും പറയുകയാണെങ്കിൽ തൂക്കി കൊല്ലണം. ദയവ് ചെയ്ത് പിണറായി സാറേ, ഇതിൻ്റെ ഒരു അപേക്ഷയാണ്. ഇവർക്ക് നല്ല കർശനമായിട്ടുള്ള ശിക്ഷ എന്തായാലും കൊടുക്കണം. ആ കുടുംബത്തിന് നീതി കിട്ടാനും വേണ്ടിയിട്ടാണ് പറയണത്. ഇനി കേരളത്തിൽ ഇതുപോലത്തെ പ്രശ്നം ഇനി ഉണ്ടാവരുത്. അങ്ങനത്തെ ശിക്ഷ അവർക്ക് കൊടുക്കണം. 18 വയസ്സുള്ള ഒരു പയ്യൻ ജീവിതം തുടങ്ങണോളടാ. 50-60 വയസ്സുള്ള ആൾക്കാരാണ് അവനെ കയറി അടിച്ച് തല പൊട്ടിക്കുന്നത്. ആലോചിക്കാൻ പറ്റില്ല. ആ തല അടിച്ച് പൊട്ടിക്കുമ്പോഴുള്ള ഒരു സൗണ്ട്. ഇനിയിപ്പോൾ നമ്മളെ അനിയന്മാർക്കൊക്കെയാണ് ഇങ്ങനത്തെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്ക് മക്കളെ. ഞാൻ ഒരു കാര്യം പറയാം മക്കളെ, ഇതേപോലത്തെ ആൾക്കാരോടൊന്ന് വാചകം അടിക്കാൻ പോവാൻ നിൽക്കരുത്. തലക്ക് വെളിയില്ലാത്ത കുറേ ആൾക്കാരുണ്ട് കേരളത്തിൽ. അതിപ്പോൾ ക്ഷേത്രത്തിലായാലും പുറത്തായാലും എവിടെയായാലും ലഹരിയും മറ്റു വസ്തുക്കളൊക്കെ ഉപയോഗിക്കണം. പല സ്ഥലത്ത് പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. മക്കളെ, ഒരു അപേക്ഷയാണ്, ഇങ്ങനത്തെ ന്യൂസുകൾ ഇനി കാണാനുള്ള ഒരു അവസ്ഥ വരുത്തല്ല നിങ്ങൾ. ഓക്കെ.